മലപ്പുറം കുറ്റിപ്പുറത്ത് ദേശീയപാതയിൽ ബസ് തലകീഴായി മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം. കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവാണ് മരിച്ചത്. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കുറ്റിപ്പുറം കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപമാണ് അപകടമുണ്ടായത്. നടുഭാഗം പിളർന്ന ബസ് വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. ബസ് അമിത വേഗത്തിലായിരുന്നുവെന്നും സ്ഥിരം അപകട മേഖലയാണിതെന്നും നാട്ടുകാർ പറയുന്നു. നമുക്ക് പ്രതികരണങ്ങൾ ആദ്യം കേൾക്കാം. ബസ്സിന് പിന്നെ മഴ പെയ്തിരുന്നു. അപ്പോൾ മഴ നിന്ന ടൈമായിരുന്നു. അപ്പോൾ ആ കോട കയറിയ ടൈമിൽ ഗ്ലാസ് കൂടെ കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ നല്ല സ്പീഡായിരുന്നു. അങ്ങനെ ആ മതിൽ പോയി ഇടിച്ചത്. പിന്നെ ബസ് മറിഞ്ഞു ഉണ്ടായത്. 2 തവണ മറിഞ്ഞിട്ടാണ് നിന്നത്. പെട്ടെന്ന് ഈ സർവീസ് റോഡിൽ നിന്ന് വാഹനം കയറിയപ്പോഴാണ് ഇവർ ബ്രേക്ക് പിടിച്ചത്? എന്താ? അല്ല, അങ്ങനെ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. സ്പീഡ് കൂടിയിട്ട് അങ്ങനെ കയറുക ചെയ്തത്. നിയന്ത്രണം നഷ്ടമായതാ? അതെ അതെ. നിങ്ങൾ ബസ്സിന് തെറിച്ച് വീണോ? അപ്പോൾ തെറിച്ച് വീണോന്നില്ല, ഞങ്ങൾ സെൻറ്ററിലായിരുന്നു. സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് വീണു. ഇവളത്ത് ബാക്കിലേക്ക് തെറിച്ച് പോവുകയും ചെയ്തു. അഭിജിത്ത് മുഴക്കുന്നാണ് ചെയ്തത്. അഭിജിത്ത്, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. ബസ് തല കീഴായി മറിയുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിൽ 2 കാരണങ്ങളാണ്. 1 മഴയുണ്ടായിരുന്നു, 2 അമിത വേഗം. അത് തന്നെയാണ്, അമിത വേഗം തന്നെയാണ് അപകടത്തിന് കാരണമായത് എന്ന് വേണം വിലയിരുത്താൻ, അല്ലേ? വിനീത, പ്രാഥമികമായി അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. നിലവിൽ ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല MVDയുടെ അന്വേഷണവും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ഇതിൽ എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ച കാരണം, അതിന്റെ സാഹചര്യം എന്താണ്, എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നതിനൊക്കെ ഒരു ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. അതിൽ തന്നെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വിനീത. അതിൽ കൃത്യമായി നമുക്ക് കാണാം, ബസ് അവിടെ നിന്ന് ബ്രേക്ക് ചവിട്ടുന്നുണ്ട്. അതിനുശേഷം നിരങ്ങി നീങ്ങി മുന്നോട്ട് വന്നാണ് ഡിവൈഡറിൽ ഇടിച്ച് ഈ അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് ഈ ബ്രേക്ക് ചവിട്ടുന്നതിലേക്ക് നയിച്ച കാരണം, ആ സാഹചര്യം എന്താണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്, നേരെ വന്ന് ഡിവൈഡറിൽ ബസ് ഇടിക്കുന്നു. അതിനുശേഷം അതൊന്ന് മലക്കം മറിഞ്ഞാണ് ഈ ഡിവൈഡറിന് മുകളിലേക്ക് കയറുന്നത്. 2 ഭാഗങ്ങളായി ഈ ബസ് നെടുകെ പിളർന്നു പോകുന്നുണ്ട്. ഒന്ന് ഈ സർവീസ് റോഡിലേക്കും മാത്രമല്ല ദേശീയപാതയിലേക്കും ഈ ബസ് നടുകെ പിളർന്നു പോവുകയാണ്. അതിനകത്ത് 10-30ഓളം യാത്രക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന കാര്യം. അതിൽ ഒരാളുടെ മരണമാണ് സംഭവിച്ചിട്ടുള്ളത്. കോഴിക്കോട് പെരുവയൽ സ്വദേശിയായ വൈഷ്ണവിനാണ് ജീവൻ നഷ്ടമായത്. വൈഷ്ണവ് ഈ ബസ്സിന് പുറത്തേക്ക് തെറിച്ചു വീണു. അങ്ങനെ ഈ ഡിവൈഡറിൽ ഉണ്ടായിരുന്ന ഒരു കമ്പിയിലേക്കാണ് വൈഷ്ണവ് വീണതെന്നും അങ്ങനെ വൈഷ്ണവിന് മരണം സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം. മറ്റുള്ളവരെ ഉടൻ തന്നെ നാട്ടുകാരെത്തിയാണ് രക്ഷാപ്രവർത്തനം ആദ്യം തുടങ്ങിയത്. പിന്നാലെ ഫയർഫോഴ്സ് എത്തുകയും ചെയ്തു. ചിലർ അതിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പിന്നീട് ആളുകളൊക്കെ എത്തി, ഫയർഫോഴ്സ് ഒക്കെ എത്തി. ബസ് വെട്ടിപ്പൊളിച്ചാണ് ആളുകളെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. ഒരാളുടെ മരണം സംഭവിച്ചു. അതോടൊപ്പം 3 പേരുടെ നില ഇപ്പോൾ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. മറ്റുള്ളവർ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ഇതിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വിനീത, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി അവിടെ കാണുന്നത് നിരന്തരം അപകടം നടക്കുന്ന ഒരു മേഖല കൂടിയാണിത്. അപ്പോൾ അങ്ങനെ അപകടം നടക്കുന്ന ഒരു മേഖലയിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ അത് അധികൃതരിൽ നിന്ന് ഉണ്ടായിട്ടില്ലേ എന്നുള്ളതാണ് ചോദ്യം. നമ്മളിപ്പോൾ ഈ സംഭവ സ്ഥലത്താണുള്ളത്. ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ ഇതാ ആ കാണുന്ന ഡിവൈഡറിലേക്കാണ് ഈ ബസ് നേരെ വന്ന് ഇടിക്കുന്നതും ശേഷം ഈ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുകയും ചെയ്തത്. അപ്പോൾ ഈ ഒരു റോഡ് എന്നുള്ളതിന്റെ റോഡിനെ കൂടി നമുക്ക് ദൃശ്യങ്ങളിൽ പോയാൽ കാണാം. അധികം വീതിയില്ലാത്തൊരു റോഡ് കൂടിയാണ്, വളവാണ്, ഇറക്കമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഈ ബസ് കുതിച്ചെത്തുന്നു. നല്ല അമിത വേഗത എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതിന് കൃത്യമായ മറ്റു വിവരങ്ങളിലേക്കൊക്കെ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരൊക്കെ കടക്കുന്നുണ്ട്. അവർക്ക് അതിന് കൃത്യമായ കണക്കുകൾ ലഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന കാര്യം. ഏതായാലും വിനീത, അത്തരത്തിൽ അമിതമായ ഒരു വേഗത അത് ബസ് ഡ്രൈവറുടെ ഭാഗത്ത് ഉണ്ടായോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട കാര്യം. ഏതായാലും MVD പരിശോധന നടത്തുന്നുണ്ട്. അപകടം പതിയിരിക്കുന്ന ഒരിടം തന്നെയാണ് അത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ